ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയും കൊണ്ടാണ്. അടിപൊളിയാണ് ഇത്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധികം മസാലകൾ വേണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചിക്കൻ മഞ്ഞളും ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് കുഴച്ചട വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വലിയൊരു തക്കാളി, വലിയൊരു സവോള, തേങ്ങാപ്പൂള്, ഇഞ്ചി, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടത്, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഇതിന് വേണ്ടു. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഞെരടി കുഴക്കുമല്ല വേണ്ടത്, ഞെരിടണം. എന്തിനാണ് ഞെരിടുന്നത്? നല്ല ഉള്ളിയും വെളിച്ചെണ്ണയും ചിക്കനും അതിൽ നല്ല വെള്ളം ഇറങ്ങുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ച് ഞെരടി എടുത്താലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിതാ നല്ലതുപോലെ ഞെരടി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് അധികം മസാലകളൊന്നും ഇടുന്നില്ല. കുരുമുളകാണ് എരിവിന് ഇടുന്നത്. വേറെ മസാലകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്കാണ് വെച്ചത്. പാത്രത്തിലാക്കിയാലും മതി. ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു കുക്കറുള്ളതുകൊണ്ട് കുക്കറിലേക്ക് വെച്ച് തേങ്ങാപ്പൂളിലിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് മൂടിയിട്ട് ഇനി 2 വിസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 വിസിൽ വന്ന് കുക്കർ എല്ലാം തണിഞ്ഞ് വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. കൂടുതലോ കുറവോ ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് വേറൊരു പാത്രം വെക്കാം. ആ പാത്രം വെച്ച് ചീനച്ചട്ടി വെച്ച് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിൽ കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില ഇട്ട് മൂപ്പിച്ചാൽ പിന്നെ നമുക്കതിൽ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി 3ാമത്തെ തവണയാണ് കുരുമുളക് ഇടുന്നത്. അപ്പോൾ 3 തവണയായിട്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുണ്ടാവുക. ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിതാ പിന്നെ ചീനച്ചട്ടിയിൽ ആ വെന്ത ചിക്കനും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഇനി നമുക്ക് ആ സ്ലൈസാക്കി വെച്ച തക്കാളിയില്ലേ അതിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അതും കൂടി നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടിയിട്ട് തീ ഒന്ന് കുറച്ച് വെക്കുക. അതിനൊരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പാകമായി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്തൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നമുക്കത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് തേങ്ങാപ്പൂൾ പെപ്പർ ചിക്കൻ പെരട്ട്. അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലേക്കെല്ലാം മാറ്റി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. See you.